എൻ്റെ കേരളത്തോടൊപ്പം റേഡിയോ CU. എൻ്റെ പേര് വിനോദ് ബാബു. ഞാൻ കേരള സിഡ്കോയുടെ റോ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറാണ്. നമ്മുടെ എൻ്റെ കേരള എന്ന പ്രോഗ്രാമിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന ഗവൺമെൻറ് കീഴിലെ ഒരു ഏജൻസിയുടെ കീഴിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പറയുന്നത് കെൽട്രോൺ, അതുപോലെ തന്നെ കേരള സിഡ്കോ ലിമിറ്റഡ്, അതുപോലെ തന്നെ നമ്മുടെ മലബാർ സിമെൻറ്റ്സ്, കേരള സോപ്സ്, ഇങ്ങനെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുക ജനങ്ങൾക്ക്. അവിടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ കേരള സിഡ്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ MSME യൂണിറ്റുകൾക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അവർക്ക് വ്യവസായങ്ങൾ തുടങ്ങാൻ ലാൻഡ് പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെറിയ കുടിൽ വ്യവസായം തുടങ്ങുന്ന മെഴുകു പോലത്തെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത് സിഡ്കോ വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സിഡ്കോ ചെയ്യുന്നത്. കെൽട്രോൺ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ ഇലക്ട്രോണിക് മെറ്റീരിയൽസ്, അതുപോലെ പലതരത്തിലുള്ള ഇലക്ട്രോണിക് മെറ്റീരിയൽസ് നൽകുന്നുണ്ട്. അതിന് പുറമെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പല കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ട്. നേരത്തെ മാതിരിയല്ല ഇപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് പറയുന്നത്. ഗവൺമെൻറ് പലതരത്തിലുള്ള യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പോലും ഇല്ലാത്ത തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇന്ന് ഈ കാലഘട്ടത്തിൽ വ്യവസായം തുടങ്ങാൻ കഴിയും. അതിനുള്ള സൗകര്യങ്ങൾ കേരള ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ യുവജനങ്ങൾക്ക് പുറത്തു പോയി ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് അതിന് പറ്റിയ എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും എന്തുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നുണ്ട്. പഴയ കാലത്ത് ഒരു പ്രചരണം ഉണ്ടായിരുന്നു, കേരളത്തിലെ വ്യവസായങ്ങൾക്ക് ക്ലച്ച് പിടിക്കുന്നില്ല. തെറ്റാണ്. ശരിക്കും നമുക്ക് വേണ്ടത്ര ക്യാപിറ്റലോ മനോധൈര്യം ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും കേരളത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ വ്യവസായങ്ങൾക്കും യോജിച്ച ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം, ഈ വ്യവസായം ബന്ധപ്പെട്ട സംശയമുണ്ട്, അതാത് ജില്ലകളിൽ താലൂക്ക് വ്യവസായ ഓഫീസുകളുണ്ട്, അതുപോലെ തന്നെ ജില്ലാ വ്യവസായ ഓഫീസുകളുണ്ട്. അതിന് പ്രത്യേക എന്തുണ്ട് കേന്ദ്രങ്ങളുണ്ട്. അവർക്ക് സംശയം തീർത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതാത് ജില്ലാ വ്യവസായ കേന്ദ്രം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. എൻ്റെ കേരളത്തോടൊപ്പം റേഡിയോ CU.